ഭർത്താവിൻ്റെ മടിയിൽ തലവെച്ച് മരിക്കുന്നത് വരെയുള്ള അവസാന നിമിഷം വരെ ആസ്വാദകരമായ ആ ദാമ്പത്യത്തെ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എത്ര പേരുണ്ട്? അതാണ് അടിസ്ഥാനപരം. അത് സാധ്യമാണ്. അവൾ നമ്മളോടൊപ്പം ഒരു പുതപ്പിനുള്ളിലുണ്ട്, അവൾ നമ്മളോടൊപ്പം കാറിൻ്റെ എതിർ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, അവൾ നമ്മളോടൊപ്പം കൈപിടിച്ച് റോഡിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ അവളെ അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മെ അനുഭവിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. എത്രമാത്രമെന്ന് ചോദിച്ചാൽ, നിക്കാബ് പോലും ഇട്ട് നമ്മുടെ കൈ പിടിച്ച് നിൽക്കുന്ന ഭാര്യയെ അപ്പുറത്ത് നിന്ന് അവിഹിതമായി നോക്കുന്ന ഒരുത്തൻ അനുഭവിക്കുന്ന ആസ്വാദനം പോലും കൂടെ പൂർണ്ണമായും നമുക്ക് ഹലാലാക്കി തന്നിട്ടും അനുഭവിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരുണ്ട്. കുടുംബജീവിതം പരാജയപ്പെട്ടു പോയവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് തിരിച്ചു പിടിക്കണം. നമ്മുടെ ഭാര്യയോടൊപ്പം, നമ്മുടെ ഭർത്താവിനോടൊപ്പം ആനന്ദകരമായി ജീവിക്കുവാനുള്ള ഒരവസരം നമ്മൾ ഉണ്ടാക്കണം. അതിലെല്ലാം ഉപരി സുഹൃത്തുക്കളെ, ഇതൊരു ബാധ്യതയാണ്. കുടുംബം എന്നതൊരു ബാധ്യതയാണ്. എത്ര വർഷം നമ്മൾ ഒന്നിച്ച് ജീവിച്ചോ ആ കാലഘട്ടത്തിലെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. മാത്രമല്ല, നമുക്ക് പിറന്ന മക്കളെ നമ്മൾ എന്തു ചെയ്തു എന്ന് നമ്മളോടൊരു കുടുംബനാഥൻ എന്ന നിലക്കും വീടിൻ്റെ യജമാനത്തി എന്ന നിലക്ക് നമ്മുടെ ഭാര്യയോടും ചില ചോദ്യങ്ങളുണ്ട്. അത് കൂട്ടായി നിർവഹിച്ചു പോകണമെങ്കിൽ നമ്മൾ തമ്മിൽ ഐക്യം വേണം. നമ്മൾ തമ്മിൽ ഐക്യമില്ലാതെ നമ്മുടെ മക്കളെ ഒരു ലക്ഷ്യത്തിലെത്തിക്കുക എന്നത് നമുക്ക് സാധ്യമല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മനപ്പൊരുത്തത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് പോകാൻ സാധ്യമാവുകയുള്ളൂ. ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ പരിഹരിച്ച് സന്തോഷത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഇതിലെല്ലാം ഉപരി നമ്മുടെ കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒന്ന് നമ്മുടെ പരലോകത്തെ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും സുഹൃത്തുക്കളെ, പ്രകൃതിപരമായ ഒരു ആവശ്യമാണ് സെക്സ്, ലൈംഗികത. അതിലൊരു സംശയമല്ല. അതില്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തൊക്കെ തന്നെ നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിലും സംതൃപ്തകരമായി തൻ്റെ പ്രകൃതിപരമായ ആവശ്യം നിർവഹിക്കാൻ പറ്റാത്ത ഒരുത്തൻ അസ്വസ്ഥനായിരിക്കും. ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്രമാത്രം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. ഇത് ലിബറലായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന യൂറോപ്യൻ സമൂഹങ്ങളിലെല്ലാം വേശ്യാലയങ്ങൾ സ്ഥാപിച്ച് കമ്പനിയിൽ ജോലിക്ക് വരുന്നവർക്ക് അവിടെ സെക്സ് നിർവഹിക്കുവാൻ വേണ്ടി വേശ്യാലയങ്ങൾ സ്ഥാപിച്ച് വേശ്യകളെ നിശ്ചയിച്ചത് അവർ ജോലിയിൽ ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യണമെങ്കിൽ അവരുടെ ശാരീരിക ആവശ്യം നിർവഹിച്ചിരിക്കണം എന്നതാണെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു മനുഷ്യന് പ്രകൃതിപരമായി എത്ര ആവശ്യകരമാണ് ശാരീരിക ബന്ധങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെ നടക്കുള്ളൂ? ഇത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് തൻ്റെ ഭാര്യയിലൂടെ തന്നെ സാധിക്കണം, അല്ലാതെ പറ്റില്ല. പോൺ സൈറ്റുകൾ കാണുന്നവരില്ലേ സുഹൃത്തുക്കളെ? പണ്ട് പുരുഷന്മാരിൽ മാത്രമായി, ഇന്ന് സ്ത്രീകളിൽ നാട്ടിൽ എത്രയോ കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ വളരെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികൾ വരെ പോൺ അഡിക്റ്റാണ്, അശ്ലീല സൈറ്റുകൾക്ക് അഡിക്റ്റാണ്. നാം ആലോചിക്കണം, ഈ കാഴ്ചകളും ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ആലോചിക്കണം. സ്വന്തം ഭാര്യയിൽ കാണാത്ത എന്താണ് പോൺ സൈറ്റിൽ കാണാൻ പറ്റുന്നത്? സ്വന്തം ഭാര്യയിൽ കാണാത്ത എന്താണ് മറ്റൊരാളിൽ കാണാൻ പറ്റുന്നത്? അതുകൊണ്ട് ആ പോൺ സൈറ്റിൽ കാണുന്നതിനേക്കാളും ആനന്ദത്തോടുകൂടെ സ്വന്തം ഭാര്യയെ അനുഭവിക്കാൻ പലപ്പോഴും ജീവിതത്തിൽ പലർക്കും സാധിക്കാതെ വരുന്നു. അത് നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ്? അത് ഭാര്യയിലൂടെ നിർവഹിക്കപ്പെടണം. കണ്ണുകളെ സൂക്ഷിക്കണം, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പടച്ചോൻ പറഞ്ഞ പരിഹാരം എന്താണ്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. മുഖ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കും. അത് സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണമെന്നറിയും? നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യയിലൂടെ, ഇണയിലൂടെ നിർവഹിക്കപ്പെട്ടു പോകണം. അപ്പൊ അത് കഴിയുന്ന വേണം. അവിഹിതമായി മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കുന്നുവോ അതൊക്കെ സ്വന്തം ഭാര്യയിലൂടെ, സ്വന്തം ഭർത്താവിലൂടെ സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ്. വിവാഹം എന്തിനാണ്? അഗല്ലുലിൽ ബസർ അഹ്സനുലിൽ ഫർജ്. മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും കണ്ണിനെ താഴ്ത്താനും നോക്കൂല എന്നാണ്. നമ്മുടെ ദാമ്പത്യം വിജയകരമാണെങ്കിൽ നമ്മുടെ കണ്ണ് മറ്റൊരു പെണ്ണിലേക്ക് പോവില്ല, മറ്റൊരു പുരുഷനിലേക്ക് പോവില്ല, അത് ഉറപ്പാണ്. പക്ഷെ അത് അങ്ങനെ സാധിച്ചെടുക്കാനും തൻ്റെ ആഗ്രഹം തീർന്ന്, ദാഹം തീർന്ന്
അത് സ്വന്തം ഇണകളിൽ നിന്ന് അനുവദനീയമായി അനുഭവിക്കാനും പലർക്കും പരാജയപ്പെട്ട ദാമ്പത്യങ്ങളിൽ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുഹൃത്തുക്കളെ, ഇത് മരിച്ചു പോകും മുമ്പ് നമുക്ക് സാധ്യമാകേണ്ട കാര്യം. മരിക്കണതിന് മുമ്പ് നമ്മളോ നമ്മുടെ ഭാര്യയോ നമ്മളിന്ന് വേറിട്ട് പോണതിന് മുന്നേ നമുക്ക് ഈ തിരിച്ചറിവുണ്ടാവണം. പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരു കക്ഷി ഗൾഫിൽ നിന്ന് തന്നെയുള്ള ഒരു കക്ഷിയാണ്. എൻ്റെ വാട്സപ്പ് അയാൾ എനിക്ക് അയക്കുന്ന വാട്സപ്പിലെ മെസ്സേജ് കൊണ്ട് നിറഞ്ഞു കിടക്കണം. ഒരു പക്ഷേ എൻ്റെ വാട്സപ്പിൽ ഏറ്റവും അധികം മെസ്സേജ് അയക്കുന്ന ആൾ അയാളായിരുന്നു. അയാൾ എന്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കണേ നിങ്ങൾ? അയാൾ നാട്ടിൽ വന്ന് വിവാഹം കഴിച്ച് കുറച്ചു കാലം ഭാര്യൻ്റെ ഒപ്പം ജീവിച്ചു. പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവൾക്ക് അയാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ അവളൊരു തീരുമാനമെടുത്തു. എന്തൊരു, ഇനി നിങ്ങളൊപ്പം ജീവിക്കേണ്ട. സ്ത്രീകൾ അപൂർവമായി അങ്ങനെ ചിലപ്പോൾ തീരുമാനിക്കും. ആ തീരുമാനമെടുത്ത് ഒപ്പം ജീവിക്കണ്ടെന്ന് തീരുമാനിച്ച് ആ മെസ്സേജ് കിട്ടിയപ്പോഴാണ് അയാൾക്ക് അവളെ വില മനസ്സിലായത്. അവളെ നഷ്ടപ്പെട്ട വേദന കൊണ്ടാണ് അയാൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഇനി എനിക്ക് മെസ്സേജ് ചെയ്യാനുള്ളത് എന്താണ്? അവൾ നിങ്ങളെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും, അതുകൊണ്ട് നിങ്ങൾ പ്രസംഗത്തിൽ ഇന്നത് പറയണം എന്ന് ഓരോ ആഴ്ചയും എനിക്ക് അയാൾ ഹിംസ അയച്ചു പറയാനുള്ള ഹിംസ. ഒരു പക്ഷെ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നുവോ എന്ന് പലപ്പോഴും അയാളുടെ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എന്താ സുഹൃത്തുക്കളെ, കൂടെ ജീവിച്ചൊരു ജീവിതത്തിന് വേണ്ടി കെഞ്ചിയപ്പോൾ മനസ്സിലാകാത്തത് അവൾ തീരുമാനമെടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി. നമ്മളോ നമ്മുടെ ഭാര്യയോ ഇണയോ വേർപെട്ട് ഒരു രാത്രി അവൾ കബറിലും ഒരു രാത്രി നാം വീട്ടിലും ഉറങ്ങുമ്പോൾ അവളുടെ വില നമുക്ക് മനസ്സിലാകും, നമ്മുടെ വില അവൾക്ക് മനസ്സിലാകും. പക്ഷെ അന്ന് മനസ്സിലായിട്ട് എന്ത് പ്രയോജനമുള്ളത്? ഇതിൽ കാര്യമുള്ളൂ. അതിപ്പോ ചിന്തിച്ച് കേട്ട് മനസ്സിലാക്കി നമുക്ക് തിരുത്താൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു മാറ്റത്തിന് സാധ്യമാകുന്നത്. അതിന് മുമ്പ് നമുക്കത് സാധിക്കണം. എങ്ങനെ നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കാം? അതൊരു വലിയ ഫിലോസഫിയോ മനസ്സിലാകാത്ത തത്വശാസ്ത്രമോ ഒന്നും അല്ല സുഹൃത്തുക്കളെ, സിമ്പിളാണ്. അത്ര ലളിതമായിട്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് ആ മാതൃകകൾ പറഞ്ഞു തരുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുടുംബം ഇവിടെ അവസാനിക്കില്ല, ഇത് തുടരും. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. എത്രയോ സഹോദരിമാര് ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് പിന്നെ വിവാഹം കഴിക്കാത്തവരുണ്ട്. ഒരു വിവാഹത്തിന്റെ ആവശ്യകത അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, ഒറ്റപ്പെടലിന്റെ വേദന അവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എന്താ അറിയോ, എനിക്ക് എൻ്റെ കൂടെ ജീവിച്ച ആ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാത്തവർ, ഭാര്യ മരിച്ചിട്ട് വിവാഹം കഴിക്കാത്ത പുരുഷന്മാരുണ്ട്. കഴിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ കഴിക്കാത്തവരുണ്ട്. എന്താ പറയുക, എനിക്ക് ആ സ്ഥാനത്ത് വേറൊരാളെ വിചാരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ആ ബന്ധം. അതിവിടെ അവസാനിക്കും സുഹൃത്തുക്കളെ, ഇവിടെ അവസാനിക്കൂല. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ അവർ. ആ സുഖം അനുഭവിക്കുന്ന അവിടുത്തെ പഴങ്ങളും അവിടുത്തെ സുഖങ്ങളും ആസ്വദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ്? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ. അവരവിടെ അങ്ങനെ ചേർന്നിരിക്കും. ഒന്നുമില്ല സുഖം, അവർക്ക് അടുക്കളയിൽ ജോലിയില്ല, നമുക്ക് കമ്പനി പോകേണ്ടതില്ല. അള്ളാഹുവിൻ്റെ സുഖാഡംബര ജീവിതത്തെ അനുഭവിച്ച് ഒന്നിച്ചു കട്ടിലിൽ ചേർന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് ആസ്വദിക്കുകയാണ് അവർ ജീവിതത്തെ. അതാ പടച്ചോൻ പറഞ്ഞത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനാണ് ഇണയോടൊപ്പമുള്ള ഇരുത്തം. അത് അള്ളാഹു അവിടുത്തെ കണ്ണുകൾ കാണാത്ത, കാതുകൾ കേൾക്കാത്ത, ഹൃദയങ്ങൾക്ക് നിനക്കാൻ പറ്റാത്ത സുഖങ്ങളുടെ കൂട്ടത്തിൽ അള്ള എണ്ണിപ്പറഞ്ഞൊരു സുഖമാണ്. അലൽ അറായികി മുത്തക്കിഊൻ. ഒന്നിച്ചിരിക്കുന്നു. മരിച്ച് മയ്യത്തിന് മുന്നിൽ കിടത്തി എന്താ നമ്മൾ പറയാ? അല്ലാഹുമ്മ അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഖ്ലൻ ഖൈറൻ മിൻ നഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. എത്ര അർത്ഥവത്താണ് സുഹൃത്തുക്കളെ. ഒറ്റക്കാണ് പോണതെങ്കിലും ഒറ്റക്കല്ല പോണത്. സ്വർഗത്തിന്റെ വാതിൽക്കൽ കുടുംബത്തെ കൂട്ടി ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകാനാണ് പോണത്. മരിച്ച് കബറിലേക്ക് വെച്ച് മണ്ണ് മൂടി ഇനി തുറക്കപ്പെടില്ലെന്ന് തോന്നിയപ്പോഴും കണ്ടുമുട്ടുമെന്ന് നമ്മുടെ പരലോക വിശ്വാസം നമ്മളോട് പറഞ്ഞ പ്രതീക്ഷയിൽ ഉമ്മയെ കാണാൻ, വാപ്പയെ കാണാൻ, പ്രസവിച്ചിട്ട് ബോധം തെളിയും മുമ്പ് ആളുകൾ എടുത്തുകൊണ്ടുപോയ മരിച്ചുപോയ തൻ്റെ പിഞ്ചോമനയെ കാണാൻ ആഗ്രഹിക്കുന്ന മാതാക്കളുണ്ട്. ഇത് അനന്തമായൊരു ജീവിതമാണ് കുടുംബജീവിതം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇത് എങ്ങനെയെങ്കിലും ആകാൻ പറ്റൂല. കഴിഞ്ഞില്ലേ, 60 ആയില്ലേ, 70 ആയില്ലേ, ഇനിയിപ്പോൾ എന്താ ചോദിക്കരുത്. പരിഹരിച്ച് ആനന്ദകരമായൊരു ജീവിതം ഇവിടെ സാധ്യമായി അതിൻ്റെ തുടർച്ചയായിട്ടാണ് പരലോകം വരേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയൊരു പ്രശ്നമുള്ള സംഗതി ഒന്നുമല്ല.
സുഹൃത്തുക്കളെ, ഒന്നെന്താ ഈ പ്രശ്നം നമ്മൾക്ക് പരിഹരിക്കാനുള്ള പരിമിതി മനസ്സിലാക്കിയിട്ട് തന്നെ പടച്ചോൻ ഇതൊക്കെ പരിഹരിച്ച് പോവാനുള്ള അത്ഭുതകരമായ ഒരു പരിഹാരം നിശ്ചയിച്ചിട്ട്, അതാണ് സ്നേഹം എന്ന് പറഞ്ഞത്. അത് മാത്രം ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ, അവൾക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാം പരിഹരിച്ചു പോകും. ഒരാണും പെണ്ണും ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം സുഹൃത്തുക്കളെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരു പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, മനസ്സിലായില്ലേ? വെറുതെ അയൽവാസിയോട് ചെറുതായിട്ടൊരു ഭർത്താവ് ഉണ്ടായിരിക്കെ അയൽവാസിയോടൊരു സ്നേഹം തോന്നി അവർക്ക്. എന്താ അവർ ചെയ്തു തരാം? നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവരെന്ത് ചെയ്തു? ഉറക്ക് ഗുളിക കലക്കി കൊടുത്തു. എന്നിട്ട് അയാളെ മയക്കി കിടത്തിയിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്തിനാ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത്? തനിക്ക് തോന്നിയ ഒരു സ്നേഹം തോന്നിയ ഒരുത്തൻ്റെ കൂടെ പോവാൻ. അതാണ് ഒരു പെണ്ണും ആണും തമ്മിലുള്ള ആ ആകർഷണീയതയുടെ ശക്തി എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ അപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാൻ പറ്റൂല എന്നുള്ളതാണ് സത്യത്തിൽ. ഇത്ര വലിയ സ്നേഹം ഒരാണിലും പെണ്ണിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ നമ്മളിലും പ്രവർത്തിക്കണ്ടേ? നമ്മളെ ഭാര്യയോട് നമുക്ക് തോന്നണ്ടേ? ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നണ്ടേ? ഞാൻ പറഞ്ഞാൽ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് പ്രശ്നങ്ങളും അതിലില്ലാതെയാകും. ഏത് പ്രശ്നവും അതിൻ്റെ ഇടയിൽ ഇല്ലാതെയാകും. എന്തും സഹിച്ച് മുന്നോട്ട് പോകാൻ റെഡിയാകും. പക്ഷെ ആ സ്നേഹം നമ്മളിൽ ഉണ്ടാക്കി തീർക്കുന്നത് നമ്മൾ വിജയിക്കണം. പിന്നെ ആദ്യം ഞാൻ പറയാ, കല്യാണം കഴിക്കാത്തവരും കഴിപ്പിക്കാൻ മക്കളെയൊക്കെ കാത്തിരിക്കണം. ഇഷ്ടമല്ലാത്തൊരു കുട്ടിനെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കുക. ഇന്ന് അങ്ങനെയുണ്ട്. നിങ്ങൾ പ്രവാസികൾ ആരെങ്കിലും പരിചയപ്പെട്ട് സുഹൃത്തുക്കളായാൽ എൻ്റെ മോളെ നിൻ്റെ മോനെ കൊണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടാതെ ജീവിക്കുന്നവർക്കൊരിക്കലും എത്ര കൊല്ലം ജീവിച്ചാലും അവർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അവർ ബന്ധുക്കളാണ്. അപ്പോൾ ബന്ധുക്കളായതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ രണ്ടാളും MBBS കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അവർ കുടുംബങ്ങൾ തമ്മിൽ കൂടി തീരുമാനിച്ചു തരും. രണ്ടാളും ഡോക്ടർമാരല്ലേ, ഇപ്പോൾ രണ്ടാളെ വിവാഹം ഒന്നിച്ച് നടത്താം, അവർ രണ്ടാളും യോജിക്കും എന്ന് പറഞ്ഞു. വന്നു. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം, ഡോക്ടർ. അദ്ദേഹത്തിന് അവളെ അറിയാം. പെങ്ങളെപ്പോലെ കാണുന്നതാണ്. അമ്മാവൻ്റെ മകളാണ്. എന്നും അറിയുന്ന ഒരു പെങ്ങളെപ്പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ അയാൾക്കൊരിക്കലും അവളെ ഭാര്യയായി സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ കുടുംബങ്ങൾ വാശി പിടിച്ചു, സമ്മർദ്ദത്തിലാക്കി. അവർ വിവാഹം കഴിഞ്ഞു. എന്ത് സംഭവിച്ചു? മക്കൾ വിവാഹിതരായി. ഇന്നും അവർക്ക് മനസ്സടുത്തുകൊണ്ട് ഒന്നിച്ചൊന്നുറങ്ങാനോ ഒന്നിച്ചൊന്ന് ഭാര്യയും ഭർത്താവും ഒന്ന് ആലിംഗനം ചെയ്യാനോ അവർക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ആ കണ്ണീരിലാണ് ആ ദമ്പതികൾ ഇന്നും. അവരുടെ വേദന കണ്ടുകൊണ്ടാണ് അവിടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയത്. ഇഷ്ടമില്ലാത്തവരെ ഒരിക്കലും അടുത്ത് ചേർക്കരുത്. ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞാനൊരു കുട്ടിയെ കണ്ടു, വാപ്പൻ്റെ ഉമ്മൻ്റെ ഒക്കെ സമ്മതപ്രകാരമാണ് കണ്ടത്. പക്ഷെ അവർ പറയുന്നു ഞങ്ങൾക്കിപ്പോൾ അവളെ ഇഷ്ടമായില്ല, അവളെ നീ കല്യാണം കഴിക്കേണ്ടത്. പക്ഷെ അവനിഷ്ടായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അനുവദിക്കണ്ടേ സുഹൃത്തുക്കളെ? അനുവദിക്കണ്ടേ? അവനിഷ്ടമുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റാത്തവളാണെങ്കിൽ അത് കാണാൻ പോകുന്നതിന് മുമ്പ് തീരുമാനിക്കണ്ടേ? കാണാൻ അവസാനത്തെ സമയത്തെ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കണ്ടിഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, അവൻ ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ അവൻ്റെ ഇഷ്ടമല്ലേ പരിഗണിക്കേണ്ടത്? ഇഷ്ടപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ ആ ഇഷ്ടം എല്ലാ തരത്തിലുള്ള വിയോജിപ്പുകളെയും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന താരങ്ങളും ഒരു നിലക്കും ഒരു ഭർത്താവിന് കിട്ടേണ്ട ഒരു അവകാശവും കിട്ടാഞ്ഞിട്ടും ധാരാളം സഹോദരിമാര് ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നുണ്ട്. അതെന്തറിയോ? ഇത്രയൊക്കെ ആക്രമിച്ചിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും അല്പം ഒരു ആശ്വാസത്തിന് വേണ്ടി വീട്ടിൽ പോയാലും അവൾ എന്താ പറയാറ്? ഞാൻ അവിടെ അല്ലെങ്കിൽ അയാൾക്ക് ആരാ ഭക്ഷണം കൊടുക്കുക എന്നാണ്. അവസാന നിമിഷം അയാൾ ക്രൂരമായി അവളെ ത്വലാക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും ആ സമയത്ത് ചോദിക്കുന്ന ഞാനില്ലാതെ അയാൾ എങ്ങനെ ജീവിക്കുമെന്നാണ്. ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ഒന്നും നൽകാതിരുന്നിട്ടും മനസ്സിൽ നിന്ന് വറ്റാതെ അവശേഷിക്കുന്ന ആ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹത്തും വേണ്ട ഒരു കുടുംബബന്ധം നിലനിന്ന് പോകുന്നത്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. സ്നേഹം വെറുതെ ഉണ്ടാവില്ല. കടമകൾ നിർവഹിച്ചുള്ള സ്നേഹം ഉണ്ടാവില്ല. നിങ്ങളെ മക്കൾക്ക് എന്തൊക്കെ കൊടുത്തു, എന്നാൽ നിങ്ങൾ ഒരു കാലത്ത് മക്കളോട് പറയാം ഞാൻ അന്നെ എങ്ങനെയൊക്കെ നോക്കി, എവിടെയൊക്കെ പഠിപ്പിച്ചു, അതൊക്കെ വാപ്പൻ്റെ കടമയല്ലേ ചോദിക്കും. അതൊക്കെ വാപ്പൻ്റെ കടമയല്ലേ? നമ്മൾ പരസ്പരം നിർവഹിക്കേണ്ട കടമയായിട്ടേക്കാണ്. സ്നേഹം അതല്ല സുഹൃത്ത്. സ്നേഹം എന്നത് കടമ നിർവഹിക്കൽ നിർബന്ധമാണ്. സ്നേഹം എന്നുള്ളത് നമ്മൾ അതിനു വേണ്ടി തന്നെ
പരിശ്രമിക്കണം. ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള പല പ്രവാസികളുണ്ട്. നമുക്ക് നമ്മളെ കുടുംബം മാത്രം നോക്കിയാൽ മതിയെങ്കിൽ, പഴയ കാലത്ത് ഇങ്ങനെ നമ്മുടെ കുടുംബം മാത്രം നോക്കിയാൽ മതിയെങ്കിൽ നമ്മളൊക്കെ സാമ്പത്തികമായി എത്രയോ ഭദ്രമായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ മുഴുവനും സംതൃപ്തിപ്പെടുത്താൻ ലക്ഷങ്ങൾ നമ്മൾ പലപ്പോഴും അവർക്ക് സഹായമായും അല്ലാതെയൊക്കെ നൽകാറുണ്ട്. സ്നേഹം എന്നതിൽ നമുക്കൊരിക്കലും വില നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്നേഹം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ പരസ്പരം ഉണ്ടാവണം എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത സമയത്ത് മരണപ്പെട്ടു, ക്യാൻസർ വന്ന് മരണപ്പെട്ടു. ഒരുപക്ഷെ എന്നെക്കാളും ഒരു വയസ്സ് കുറവ് അത്ര അയാൾക്കുണ്ടാവും. അപ്പം അയാളും അയാളുടെ ഭാര്യയും അത്രയും ഹൃദയബന്ധത്തിൽ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ഭർത്താവ് മരിച്ചു. ആ മരണം കുറേ വർഷങ്ങൾ അസുഖം പിടിച്ച് കിടന്നതാണെങ്കിലും അവൾക്ക് ആ മരണം ഉൾക്കൊള്ളാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എല്ലാ സമയത്തും അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഓർമ്മകളിലുണ്ട് ഒരു ഭാര്യയ്ക്ക് എങ്ങനെ സ്നേഹം നൽകണമെന്ന്. അയാളെക്കുറിച്ച് അവൾ പറയുന്ന ഓർമ്മകളിലുണ്ട് എവിടെയാണ് സ്നേഹം ഉണ്ടാകുന്നത്, എങ്ങനെ സ്നേഹം കൈമാറാൻ. അവൾ പറഞ്ഞൊരു കാര്യം പറയാം. എന്താ പറഞ്ഞത്? ഒരു ദിവസം അവൾ എന്ത് ചെയ്യാണ്, ഭർത്താവൊക്കെ മരിച്ച് വിദ്യയൊക്കെ കഴിഞ്ഞ ഒരു ദിവസം അലമാര പരിശോധിക്കുമ്പോൾ ആ അലമാരയിലുണ്ട് ഒരു ബോക്സ്. ആ ബോക്സിൽ എന്താ ഉള്ളത്? ഇവളൊരു ഹാർട്ട് രോഗിയാണ്. അതുകൊണ്ട് ആസ്പിരിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കും. അത് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ അടുക്കളയിൽ വെച്ചുകൊണ്ട് കത്തി തട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് വരും. ആ ബ്ലഡ് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് എന്തെങ്കിലും ബാൻഡേജ് വെക്കണം. ആ ബാൻഡേജ് അപ്പം അത്യാവശ്യമാണ്. ഒരു പക്ഷേ താൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ ബാൻഡേജ് അവൾക്ക് ലഭിക്കാൻ വർഷങ്ങളോളം അവൾക്ക് ഉപയോഗിക്കാവുന്ന ബാൻഡേജ് ആ പെട്ടിയിൽ അയാൾ വാങ്ങിവെച്ചിട്ടുണ്ട്. അയാൾ മരിക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ ഭാര്യയുടെ ലളിതമായൊരാവശ്യം അവിടെ തീർന്നില്ല സഹോദരങ്ങളെ. റിമോട്ട്, അയാൾ ഉപയോഗിക്കുന്ന റൂമിലെ AC ഉപയോഗിക്കുന്ന റിമോട്ടിലെ ബാറ്ററി വർഷങ്ങളോളം അവൾക്ക് വേണ്ടത് അയാൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് രണ്ടും ഞാനില്ലാത്തപ്പോൾ ഒരാൺതുണയില്ലാത്ത അവൾക്ക് വാങ്ങാൻ ആവശ്യം വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ച് വാങ്ങിവെച്ച ഒരു ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്? അതാണ് സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കി ഹൃദയമറിഞ്ഞ് കൈമാറ്റം ചെയ്യുന്നതാണ്. അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്നേഹം യഥാർത്ഥത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും കൂടെ ഉണ്ടാകുന്നതാണ് ഭാര്യ ഭർത്തൃബന്ധം. എപ്പോഴും നമ്മളൊപ്പാണ്. നിങ്ങൾ കമ്പനിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അവരോടൊപ്പമാണുള്ളത്. ഒരു മിനിറ്റ് പോലും മനസ്സിൽ നിന്ന് വേറിട്ട് പോവാത്ത ഒരു നിഴലായിട്ടാണ് ദാമ്പത്യം തുടരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും തിരക്കും മഹത്വവുമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്ത് കമ്പനിയിലെ ബോസ് ആണെങ്കിലും മാനേജർ ആണെങ്കിലും മുദീറാണെങ്കിലും നമ്മളെക്കാളൊക്കെ തിരക്കും ഈ ലോകത്തിന് മുഴുവനും വെളിച്ചത്തിന് വേണ്ടി വന്ന പ്രബോധകനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിനൊപ്പം നിന്ന് സ്നേഹം കൊടുക്കട്ടെ. ഇർത്തികാഫിരിക്കുമ്പോൾ ഭാര്യമാരേറ്റ് ബന്ധങ്ങൾ പാടില്ല എന്നാണ് അല്ലേ? ഫലാ തുബാശിറുഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ തല എന്ത് ചെയ്യും? അങ്ങോട്ട് തൊട്ടടുത്ത വീട്ടിലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇതക്കഫ പ്രവാചകൻ ഇർത്തികാഫിരിക്കുമ്പോൾ യുദ്നി ഇലയ റഅസഹു ഫഉറജ്ജിലുഹു. നബി തലൻ്റെ മടിക്ക് വെച്ച് തരും. എന്നിട്ട് ഞാനത് വാർന്നു കൊടുക്കുന്നു. തീർന്നില്ല സുഹൃത്തുക്കളെ. ഒരു വെള്ളം കുടിക്കുമ്പോൾ കുന്തു അശ്റബു മിനൽ ഖദഹി വഅന ഹായിദ്. ഞാൻ ആർത്തവകാരിയായിരിക്കെ ഞാനൊരു പാത്രത്തിൽ കുടിക്കും. ആ കുടിച്ച പാത്രത്തിൽ ഞാൻ തൊണ്ട വെച്ച അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കും. അത് സ്നേഹം. എപ്പോഴും കൂടെ നിന്ന് സ്നേഹം കൈമാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതം. എപ്പോഴും ഒന്നിച്ചിറങ്ങല്ലേ പുറത്തേക്ക്. മനസ്സിലായി? ഇപ്പോൾ അവളുടെ ഷൂ നമ്മുടെ കാല് കൊണ്ട് നീക്കി കൊടുത്തു, നമ്മളെ ഷൂ അവൾ കാല് കൊണ്ട് നീക്കി കൊടുത്തു. നിസ്സാരമായ ഒരു ചലനത്തിൽ പോലും സ്നേഹത്തിൻ്റെ കൊടുക്കലും വാങ്ങലുമുണ്ട്. നിസ്സാരമായ ഒരു നോട്ടത്തിൽ പോലും കൊടുക്കലും വാങ്ങലുമുണ്ട്. നിങ്ങൾ മുടിവാർന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ തലയിൽ നിന്ന് നിങ്ങളുടെ കുപ്പായത്തിലേക്ക് വീണ അവശിഷ്ടങ്ങളെ തുടച്ചു തരുന്ന ആ കൈകളില്ലേ, അതൊരു സ്നേഹത്തിൻ്റെ സ്പർശനമാണ്. ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ കൂടെ നിന്ന്. സുഹൃത്തുക്കളെ, ഇങ്ങനെ നമുക്ക് ദാമ്പത്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണം. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും, അവൾ അവിടെയല്ലേ, നാട്ടിലല്ലേ? ആവട്ടെ സുഹൃത്തുക്കളെ, നാട്ടിലാണെങ്കിലും നിങ്ങളുടെ ഓരോ ചലനങ്ങളും അവളുമായി അറിയിച്ചു കൊണ്ടിരിക്കണം.
നിങ്ങളുടെ വാട്സപ്പിൽ, നിങ്ങളുടെ ഫോണിൽ ഏറ്റവും വലിയ മിസ് കോളുകൾ, ഏറ്റവും അധികം നിങ്ങൾ ചെയ്ത കാൾ ലോഗിലെ നമ്പറുകൾ അവളുടെ നമ്പറാണുള്ളത്. ഏറ്റവും അധികം വിളിക്കുന്നതും ബന്ധപ്പെടുന്നതും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വെറുതെ ആ വാട്സപ്പ് ഇങ്ങനെ നെക്കിപ്പിടിച്ച് ക്യാമറയിൽ പകർത്തി, നിങ്ങളുടെ മുന്നിലുള്ള ഫുഡ് ഞാൻ എന്താ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ച് വിട്ടാൽ അത് അവിടെ എത്തും. അങ്ങനത്തെ കാലത്തല്ലേ ജീവിക്കുന്നത്? ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു സെക്കൻഡ് പോലും അവളെ മാറ്റി നിർത്താതെ കൂടെ നിർത്താൻ പറ്റുമ്പോൾ, പക്ഷെ നമുക്ക് അവളെ ആലോചിക്കാൻ സമയമുണ്ടോ? അവൾക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാ സമയത്തും സ്നേഹം കൈമാറിക്കൊണ്ട് കൂടെ ഉണ്ടാവുക എന്നതാണ് കാര്യം. മറ്റൊന്ന് സംസാരമാണ്. സംസാരം വളരെ പ്രധാനമാണ്. വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. സംസാരത്തിലൂടെ മാത്രമേ കൈമാറ്റം നടക്കുള്ളൂ. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ രാത്രി നമ്മൾ എന്ത് ചെയ്യും? സംസാരിക്കും. പലരും ഉറങ്ങൂല, സംസാരിക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ മറ്റു ബന്ധങ്ങളൊന്നും ആദ്യത്തെ ദിനത്തിൽ നടന്നുകൊള്ളണമെന്നില്ല, സംസാരിക്കുമല്ലോ. സംസാരിക്കുമ്പോൾ എത്ര സംസാരിക്കുന്ന നിങ്ങൾ? നമ്മുടെ ഭാര്യയ്ക്കൊരു 19 വയസ്സും നമുക്കൊരു 25 വയസ്സുമാണെങ്കിൽ 25 കൊല്ലത്തെ കഥകൾ നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ദിവസമേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് 25 വർഷത്തെ പരിചയമുണ്ട്. അന്ന് നേരം വെളുക്കുമ്പോഴേക്കിന് 12 മണിക്കൂർ കൊണ്ട് 25 കൊല്ലത്തെ പരിചയവുമായിട്ടാണ് നേരം വിടുന്നത്. പക്ഷെ ആ സംസാരം അവിടെ നിർത്തരുത്. ആ സംസാരം പിന്നെയും തുടരണം. ജീവിതത്തിൽ എന്നും നമ്മളെല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ കൊടുത്ത് ഒപ്പം കൊണ്ടു നടന്നാൽ നമുക്കറിയുന്ന അവളും അവൾക്കറിയുന്ന നമ്മളുമായി ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ സ്നേഹം നമ്മൾ അറിയാതെ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ നോക്കും നിങ്ങൾ. എനിക്ക് എൻ്റെ ഒരു ഒരു പയ്യൻ, അവൻ ഏകദേശം ഒരു 30 വയസ്സുണ്ടായി. അപ്പോൾ എൻ്റെ വാപ്പ ഉമ്മനെ തൊലാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചൊരു മെസ്സേജ്, ഞാൻ ഇവിടെ വന്ന് ശേഷം ഞാൻ കണ്ട മെസ്സേജുകളിൽ പെട്ടതാണ് ആ മെസ്സേജ്. അപ്പോൾ എന്താ വെച്ചാൽ അയാളോട് ഇവൻ പറയണം, എങ്ങനെയെങ്കിലും ഉമ്മനെ ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എന്നൊക്കെ വാപ്പനെ ഉപദേശിക്കണം. അപ്പോൾ വാപ്പ അവനോട് പറയാണ്, മോനെ, ഞാനും എൻ്റെ ഉമ്മയും ഈ 30 കൊല്ലം ജീവിച്ചത് എൻ്റെ അടുത്തൊരു മരക്കഷ്ണം കിടക്കുന്ന പോലെ മാത്രമേ അവൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അയാൾ പറഞ്ഞ വാക്കാണത്. ഒരു മരക്കഷ്ണം കിടക്കുന്ന പോലെ മാത്രമാണ് അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. മനസ്സുകൊണ്ട് എനിക്ക് അവളോടൊരു ബന്ധമില്ല, ഒരു പെണ്ണായി അവൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതിനയാൾക്ക് കാരണം പറയാനുണ്ട്. എന്താ കാരണം വെച്ചാൽ 30 കൊല്ലം മുമ്പ് ഒരവിഹിതത്തിൽ അവളെ അയാൾ കണ്ടു. ആ അവിഹിതം കണ്ട രാത്രിയിൽ അയാളുടെ മനസ്സിൽ അവൾ മരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, അന്ന് നിങ്ങൾക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റൂല്ലെങ്കിൽ അന്ന് ഒഴിവാക്കിയാൽ മതി, അവൾ വേറെ പോയി ജീവിച്ചോളൂ. ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കൊരു ജീവിതം നൽകാതെ നിങ്ങൾ വെറുതെ ആക്കി. സുഹൃത്തുക്കൾ, അങ്ങനെ വെറുതെ ജീവിക്കുന്ന കുറേ സഹോദരിമാരുണ്ട്, വെറുതെ ജീവിക്കുന്ന കുറേ പുരുഷന്മാരുണ്ട്. തൽക്കാലം അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണെന്ന് പറയാ, എന്നിട്ട് സുഹൃത്തുക്കളെ ഒരവകാശവും കൊടുക്കാതെ ഒരു ബന്ധവുമില്ലാതെ വെറുതെ കെട്ടിയിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നത്, അതൊക്കെ ഒരു ആയുസ്സിനെ നഷ്ടപ്പെടുത്തലല്ലേ സുഹൃത്തുക്കളെ? നല്ലൊരു ജീവിതം ഒരു മനുഷ്യന് കിട്ടേണ്ടതിനെ തടസ്സപ്പെടുത്തിയിടുക, പോകാൻ അനുവദിക്കുന്നുമില്ല, ഒരു ജീവിതം നൽകുന്നുമില്ല. അങ്ങനെ എത്രയോ ആളുകൾ ദാമ്പത്യത്തിൻ്റെ യാതൊരു അനുഭവങ്ങളുമില്ലാതെ പാഴായിപ്പോയ ജന്മങ്ങളും ജീവിതങ്ങളുമുണ്ട്. നീതിയാണ് സുഹൃത്തുക്കൾ, ഒരാൾക്ക് നൽകേണ്ടത് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നീതിയാണ്. ആ നീതി നമ്മൾ നിർവഹിച്ചിരിക്കണം. നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനെ നോക്കാൻ പാടില്ലല്ലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനെ തൊടാൻ പാടില്ലല്ലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒന്ന് ഔട്ടിങ് പോകാൻ വേറൊരു പുരുഷനെ കൂട്ടാൻ പറ്റില്ലല്ലോ. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അവൾക്ക് നിഷിദ്ധമാക്കുമ്പോൾ നിങ്ങളത് നിർവഹിച്ചില്ലെങ്കിൽ എത്ര ക്രൂരതയാണത്. നിങ്ങളുടെ ഭാര്യയോടും നമ്മളതാണ് പറയുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളല്ലാതെ മറ്റൊരാളില്ലാത്ത പോലെ നിങ്ങൾക്ക് അവളല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം അവൾ തരുക എന്നുള്ളത് അവളുടെ ബാധ്യതയാണ്. അത് നിർവഹിക്കുക എന്നുള്ളത് അവളുടെ ഇസ്ലാമിക കടമയാണെന്നാണ്. അതുകൊണ്ട് ആ ബന്ധങ്ങളെ സ്നേഹത്തോടുകൂടെയും ബാധ്യത നിർവഹിച്ചും മുന്നോട്ട് പോകണം. അതിലൊക്കെ ഉപരി ഞാനും നിങ്ങളൊക്കെ വളരെ, പ്രത്യേകിച്ച് പ്രവാസികൾ, നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം സുഹൃത്തുക്കളെ, വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത്. അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്ന്. വിശ്വാസ്യത ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാണ്. പലപ്പോഴും
പ്രവാസ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. എന്താ അറിയൂ, ഭാര്യമാരെ മാറ്റി നിർത്തി, വിവാഹം കഴിയാത്തവരുണ്ടാകും, ഭാര്യമാരെ മാറ്റി നിർത്തി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്രയും സ്പീഡ് ഇൻ്റർനെറ്റൊക്കെ നമുക്കിവിടെ കിട്ടുമ്പോൾ നമ്മൾ മോശമായ ചിത്രങ്ങൾ കാണുന്നതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെങ്ങാനും വല്ല അശ്ലീലങ്ങളും കാണുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഭാര്യ കണ്ട നിങ്ങൾ അറപ്പായിരിക്കും. യാതൊരു അറപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിജയം അത്ര ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റും, വേറെ എന്തും ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കാം. നിങ്ങൾ എന്തെങ്കിലും നിലക്കുള്ള അഭിഹിതങ്ങളോ അശ്ലീലങ്ങളോ, അത് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധമാകാം, സൈറ്റുകളാകാം, അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഭാര്യയെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കണ്ടാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കേണ്ടത് ആ കാര്യത്തിലാണ്. ഇതെന്നോട് സംഭവിച്ചാൽ ഈ നാട്ടിൽ നിന്നൊക്കെ പലപ്പോഴും ഫാമിലി നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അവർ കൊണ്ടുവരലൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ കുറേ ജീവിച്ച് 8-10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ വൈഫ് വരുമ്പോഴും നമ്മൾ മുമ്പ് ഒറ്റക്കായപ്പോൾ ജീവിച്ച പോലെയൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനത്തെ ആളുകളുടെ പല സ്വകാര്യതകളും ഭാര്യമാരിവിടെ വന്നാൽ കണ്ടുപിടിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്കൊരു അവിഹിത മനസ്സുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാര്യ അറിയാതിരിക്കില്ല, ഉറപ്പായിട്ടും അറിയും. ഇനി അങ്ങനെ ആരെങ്കിലും അവിഹിതങ്ങളുള്ള ആളുകളുടെ ഭാര്യമാരത് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അവൾ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല. അവൾക്കറിയാം അവളത് പറഞ്ഞിട്ടില്ല. പറയാതിരിക്കാൻ ചില കാര്യം, അത് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയാതിരിക്കുന്നു തീർച്ചയായും മനസ്സിലാവും. കാരണം ഒരു വികാരം തോന്നുന്ന ഒരു മുഖഭാവത്തെ പോലും തിരിച്ചറിയാൻ ഭാര്യയ്ക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് വൈകാരികമായൊരു മനസ്സുള്ള സമയത്ത് നിങ്ങളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് പറ്റും. അതുകൊണ്ട് ഒരിക്കലും അവൾ അറിയാതെ നിങ്ങൾക്കത് ചെയ്യുക സാധ്യമല്ല ജീവിതത്തിൽ. മാത്രമല്ല, അവിഹിതമായ എന്തെങ്കിലും ബന്ധങ്ങളുള്ളവർ അതിനനുസരിച്ചുള്ളൊരു അകലം ഭാര്യയോടുണ്ടായിരിക്കും. അതിൽ നിന്ന് തന്നെ ആ സംശയം അവൾക്ക് മനസ്സിൽ വരും. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഒഴിവാക്കുക. പടച്ചവനത്തേക്ക് പോകണ്ടേ, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകണ്ടേ? തിഹാമ പർവ്വതത്തെ പോലുള്ള വലിയ വലിയ പുണ്യങ്ങളും സംഭാവനകളും സേവനങ്ങളും ദാവാപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത ആളുകൾ അവരൊറ്റയ്ക്കാകുമ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുടെ പരിധികളെ ലംഘിക്കുന്നുവെങ്കിൽ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇല്ലാതായി പോകുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, സ്വകാര്യ ജീവിതത്തിൽ അശ്ലീലങ്ങൾ പോകുന്നവർക്ക് എന്ത് മനസ്സമാധാനമാണ് കിട്ടുക എന്ന് ആലോചിക്കുക. പിന്നെ കുറച്ചൊരു വിട്ടുവീഴ്ച വളരെ പ്രധാനമാണ്. ഒരു വിട്ടുവീഴ്ച. നമുക്ക് അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേക്കാരം അല്ലെ? അള്ളാഹു നമുക്ക് പുറത്തു തന്നില്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിൻ്റെ ഗൗരവം പരിഗണിച്ച് അള്ളാഹു നമുക്ക് മാപ്പ് തന്നില്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പരലോകത്തോ വല്ല പ്രതീക്ഷയുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വരുന്ന തെറ്റുകളെ നിങ്ങൾ മാപ്പാക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തിരുന്ന വീഴ്ചകളെ നമ്മൾ മാപ്പാക്കി കൊടുക്കണം. അങ്ങനെ മാപ്പാക്കി കൊടുക്കാതെ എപ്പോഴോ ചെയ്തൊരു തെറ്റിൻ്റെ പ്രതികാരവും അതിൻ്റെ വാശിയിൽ നിലകൊണ്ടുകൊണ്ട് ദാമ്പത്യ ജീവിതങ്ങൾ തകർക്കപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് ദാമ്പത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും പ്രവാസികളോടാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് കൊണ്ട് പ്രവാസികളോട് പറയേണ്ട ചില കാര്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തിയിട്ടായിരിക്കണം ഈ വാക്കുകൾ ചുരുക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ കണക്കെടുപ്പിൽ കാണുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ജുബൈയിലൊക്കെ മിക്കവാറും ആളുകൾ ഫാമിലിയോടുകൂടെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഫാമിലി കൂടെ ഇല്ല എന്നതാണ് പ്രവാസത്തിൻ്റെ പ്രശ്നം എന്നാണ് മുമ്പ് പറയാം. അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഉണ്ടാവാം. ഫാമിലി കൂടെ ഉള്ളതിലും പ്രശ്നമുണ്ട്, ഫാമിലി കൂടെ ഇല്ലാത്തതിലും പ്രശ്നമുണ്ട്. ഫാമിലി കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിച്ചെന്ന് വിശ്വസിക്കരുത്. കാരണം കൂടെ വരുന്ന പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്നൊരു പ്രയാസം ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ പരിചയമനുസരിച്ച് ഞാൻ പറയാണ്. എന്തറിയോ, അവർ നമ്മുടെ കസ്റ്റഡിയിലാകണമുണ്ട് എന്തുമാവാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നിനക്കെന്താ ചെയ്യാൻ പറ്റുക, ഞാൻ എന്ത് കാണിച്ചാലും നിനക്കെന്താ ചെയ്യാൻ പറ്റുക എന്ന് പരസ്യമായി തന്നെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ അടർത്തി നിങ്ങൾക്ക് വേണ്ടി മാത്രമായി കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുമ്പോൾ നിങ്ങളൊരു വാപ്പയും ഉമ്മയും ഭർത്താവും എല്ലാ കുടുംബങ്ങളും നൽകുന്ന സ്നേഹവും സംരക്ഷണവും അവർക്ക് കൊടുക്കണം. പലപ്പോഴും സംഭവിക്കുക എന്തായാലും
ഗൾഫിലെ ജോലി പറഞ്ഞാൽ എനിക്ക് അറിയാത്തുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ടൈമും ആരോഗ്യവും മാക്സിമം വിനിയോഗിക്കാനുള്ളതാണ് ഇവിടുത്തെ ജോലി. ഏറ്റവും നല്ല ജീവിതവും ആയുസ്സും മുഴുവനും ജോലിക്ക് വേണ്ടി കമ്പനി വാങ്ങി വെക്കും. അതാണ് നമ്മുടെ ജോലിയുടെ ഒരു സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊന്നിനും നേരം ഉണ്ടാവില്ല. കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ നേരമില്ലാത്ത പോലെ വൈഫിനെ ഇവിടെ കൊടുന്നിട്ടു എന്നല്ലാതെ നോക്കാൻ ചിലപ്പോൾ സമയം കിട്ടിക്കോളുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഭാര്യമാരെ കൊണ്ടുവന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാത്രമാണ് അവർക്കൊരു രക്ഷ. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഫ്ലാറ്റ് ഒരു ജയിലാണ്. അതുകൊണ്ട് കൂടെ കൊണ്ടുവന്നവർ അർഹിക്കുന്ന പരിഗണന അവർക്ക് കൊടുക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും നമ്മുടെ ഭക്ഷണങ്ങൾ നിർവഹിക്കാനും മാത്രമല്ല, ഒരു ജീവൻ ഒരു ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് അർഹിക്കുന്ന പരിഗണന നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് കൂടെയുള്ളവരോട് പറയാനുള്ളത്. ഇനി കൂടെ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളെ, സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളില്ലാതെ ജീവിക്കുന്നത് കൊണ്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ അവർക്കുണ്ട്. നിങ്ങളില്ലാത്തത് കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വഴികൾ നിങ്ങൾ ഉണ്ടാക്കണം. ഏറ്റവും പ്രധാനം എന്താണ്? അവരെത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ വീട്ടിൽ സേവനങ്ങൾ ചെയ്ത് ജോലി ചെയ്ത് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവർ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് അറിയാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. അവരുടെ വേദനകൾ നിങ്ങൾ കേൾക്കണം. ഒരു ദിവസം ഒരു നിശ്ചിത സമയം, ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ വൈഫുമായിട്ട് ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും സംസാരിക്കാനുള്ളൊരു ടൈം കാണും. അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ നിങ്ങൾ സമയം കാണണം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇവിടെ നിരുന്ന് അവരുടെ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ഡയറക്ഷൻസ് കൊടുക്കരുത്. ഒരു പരിധി വരെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും അവിടെ പ്രായോഗികമാവൂല. അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. പലപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആ സാഹചര്യങ്ങൾ അവർക്ക് ചില പരിമിതികൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം. എന്തായാലും അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ വേദനകളെ അറിയാനുള്ള ഒരു സമയമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നീക്കി വെക്കണമെന്നാണ് ഏറ്റവും പ്രധാനം. പ്രവാസ ജീവിതത്തിൽ ഞാൻ കാണുന്ന മറ്റൊരു പ്രശ്നം മക്കളുടേതാണ്. മക്കളുടേതിൻ്റെ പ്രശ്നം നിങ്ങൾ ഇവിടെ കുട്ടികളെ കൊടുന്ന് പഠിപ്പിച്ചു വിചാരിക്കാം. പഠിപ്പിച്ചാൽ തന്നെ നിങ്ങളൊരു +2 കഴിഞ്ഞ് SLC കഴിഞ്ഞ് നാട്ടിലേക്ക് അയക്കുമ്പോൾ അവർ പക്ഷേ ഇവിടുത്തെ എല്ലാ പരിധികളെയും ലംഘിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർ പക്ഷേ ജീവിതം ആസ്വദിക്കും. അതൊരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിക്കും. ഇനി അതല്ല, നാട്ടിലാണ് മക്കളെങ്കിൽ ഒരു വാപ്പയില്ലാതെ വളരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾക്ക് പ്രധാനമായും ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും ബോധപൂർവം മനസ്സിലാക്കി പെരുമാറണം. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എൻ്റെ അടുക്കൽ വന്നു. അപ്പം പൊതുവെ അദ്ദേഹം അങ്ങനെ ഒരു സംസാരിക്കുന്ന പ്രകൃതിയുള്ള ആളല്ല. അപ്പോൾ അയാൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് വന്നപ്പോൾ എനിക്കൊരു സംശയം, എന്താണ്? അപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മൂത്ത മകനാണ് ഞാൻ, എൻ്റെ വാപ്പക്കുമ്മക്കും. എൻ്റെ താഴെ 3 ആളുകൾ ഇപ്പോൾ എത്തിസ്റ്റുകളായി മാറിയതാണ്. 3 അനുജൻ, 2 പെങ്ങന്മാരും 1 അനുജനും എത്തിസ്റ്റായി, നിരീശ്വരവാദിയായി മാറിയെന്നാണ് പറഞ്ഞത്. ഒരു ദീനീ കുടുംബത്തിൻ്റെ ഉള്ളത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അടിസ്ഥാനപരമായ ദീന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരിനി നിലനിൽക്കൂല, ഒരിക്കലും നിലനിൽക്കൂല. ഞാൻ നിങ്ങളോട് ചോദിക്കണ്, നിങ്ങൾക്ക് മരിച്ചിട്ടൊരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുള്ള ഉറപ്പ് എന്താ? നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഉറപ്പ്? ആ ഉറപ്പ് എന്താണോ നിങ്ങൾക്കുള്ളത്, ആ വിശ്വാസവും ആ ആശയവും നിങ്ങളുടെ മക്കൾക്ക് കിട്ടണം. അപ്പോഴല്ലേ അവർക്ക് പരലോകമുണ്ടെന്ന് ഉറപ്പാവുള്ളൂ. അടിസ്ഥാനപരമായി കിട്ടേണ്ട വിവരം ആ സമയത്ത് നമ്മൾ കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കാം. കുട്ടികളുടെ ഏറ്റവും വലിയ സൈക്കോളജി പറഞ്ഞാൽ ബോധ്യപ്പെടാത്ത ഒന്നും അവരെ ചെയ്യാൻ നിർബന്ധിക്കരുത്. നിസ്കരിക്കണമെന്ന് ബോധമില്ലാത്തൊരു കുട്ടിയെ നിസ്കരിപ്പിക്കാൻ ശ്രമിച്ചാൽ നമസ്കാരമായിരിക്കും ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും പ്രയാസകരമായ കാര്യം. അതുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. ഒരു പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മളിപ്പോൾ ഒരു പ്രസംഗം നടത്തുമ്പോൾ നിങ്ങൾക്ക് എത്ര ശ്രദ്ധയിലായിരിക്കണത്? സദസ്സ് ഏറ്റവും അധികം നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കോളേജിലൊക്കെ ക്ലാസ് എടുക്കും. അപ്പോൾ കേട്ടിരിക്കുക എന്നുള്ളത്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതൊരു വല്ലാത്ത ആവേശം നൽകുന്ന ഒന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറഞ്ഞത് മുഴുവനും മനസ്സിലാവുകയും അതൊരു ടൈപ്പ് റെക്കോർഡ് പോലെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടാണ് കുട്ടികൾ. നമ്മളത് അറിയില്ല. 3 വയസ്സും 4 വയസ്സും 5 വയസ്സുമായ കുട്ടികൾക്കൊക്കെ പറഞ്ഞാൽ അതുപോലെ അവിടെ മനസ്സിൽ പതിയും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പേരക്കുട്ടിയുടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വെറുതെ വേറൊരാളാണ് ഡ്രൈവ് ചെയ്യണത്,
ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു നല്ലൊരു മെസ്സേജ് കണ്ടപ്പോൾ ഞാനതൊന്ന് നിർത്തി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടു. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു. എന്തെങ്കിലും നല്ല പോയിന്റ്സ് ആകുമ്പോൾ നമ്മൾ വൈഫായിട്ട് ഷെയർ ചെയ്യും. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ 5 വയസ്സുള്ള കുട്ടി അത് ആ പറഞ്ഞ 3 പോയിന്റ്സും അവള് ഉടനെ പറഞ്ഞു. ഇപ്പം ഞാനേക്ക് നമ്മൾ അവർ കേൾക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മൾ സ്വാഭാവികമായി സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു കാര്യം ആ കുട്ടി അത്രയും ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ പരിസരത്തുള്ളതെല്ലാം കുട്ടികൾ കേൾക്കുന്നു. നിങ്ങൾ പറയുന്നതും പെരുമാറുന്നതും എല്ലാം കുട്ടികൾ കേൾക്കുന്നു. ആ കുട്ടികളിൽ നല്ലൊരു ബോധമുണ്ടാക്കണമെന്ന ശരിയായ കാഴ്ചപ്പാടോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. എല്ലാറ്റിലും നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കണം. ഇപ്പോൾ നിങ്ങളും വൈഫും തമ്മിൽ എന്നും ഫൈറ്റ് ആണെങ്കിൽ അത് ആ കുട്ടികളെ വേദനിപ്പിക്കും. ഒരു കൊച്ചു മോളോട് നീ അഥവാ കഅബ കാണാനും ഹറമിൽ പോകാനും അവസരം കിട്ടിയാൽ നീ അവിടെ വെച്ച് എന്ത് പ്രാർത്ഥിക്കുന്നതാണ്? അപ്പോൾ പറഞ്ഞ് ഉമ്മനെ ചീത്ത പറയരുതേ എന്ന് അതിനു വേണ്ടിയായിരിക്കും ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കാതാണ്. ഒരു കുട്ടിൻ്റെ മനസ്സാലോചിച്ച് നോക്കും നിങ്ങൾ. ഈ പരസ്പരം തല്ലുന്ന ഭാര്യ ഭർത്താക്കന്മാരാരെങ്കിലും ഇത് ചിന്തിക്കുന്നുണ്ടോ? ആ കുഞ്ഞു മനസ്സുകൾക്ക് ഒരു നല്ല മാതൃക, പെരുമാറ്റത്തിൻ്റെ മാതൃക, അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ മാതൃക, ഒരു കുടുംബ ജീവിതത്തിൻ്റെ മാതൃക, ശരിയായ ഒരു ഇസ്ലാമികമായ ജീവിതത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കാൻ ബോധപൂർവം നമ്മൾ ജീവിക്കേണ്ടത്. ഇത് നമ്മളും നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപക്ഷേ ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും ചിലതെല്ലാം നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ പലരുടെയും ഭാര്യമാരും കുടുംബങ്ങളും അപ്പുറത്തിരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജുബൈലിലെ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞ് നിങ്ങൾ വാഹനത്തിൽ ഒന്നിച്ചു പോകുമ്പോൾ നിങ്ങൾ ചർച്ച ആരംഭിക്കണം. കൂടുതൽ ആരോഗ്യകരവും ആസ്വാദകരവുമായൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചർച്ചയ്ക്ക് ഇന്നത്തെ തിരിച്ചുപോക്കിൽ ഈ കുടുംബ സമ്മേളനത്തിന് അത്തരമൊരു ചർച്ചയ്ക്ക്, ആരോഗ്യകരമായ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ കുടുംബ സമ്മേളനം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും പുതിയൊരു പരിവർത്തനമായിരിക്കും. ആ പരിവർത്തനവും ആ സന്തോഷവും നാളെ ഖബറിലും പരലോകത്തിലും തുടരാൻ പറ്റുന്ന ഒരു സന്തോഷത്തിനുള്ള നിമിത്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. നമ്മുടെ കുടുംബ സംബന്ധമായ ചർച്ചകൾക്ക് ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വളരെ പ്രാധാന്യം നൽകുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ കുടുംബ സമ്മേളനങ്ങൾ നടത്തി അതിൻ്റെ പകർപ്പുകളായിട്ടാണ് ഗൾഫ് നാടുകളിലും GCC കൺട്രീസിലും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റേഡിയോ അതിൻ്റെ ക്യാപ്ഷൻ തന്നെ അതാണ്, കുടുംബകങ്ങളിലാണ് അതിൻ്റെ എല്ലാ പരിവർത്തനങ്ങളും. പീസ് റേഡിയോൻ്റെ പരിവർത്തനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും നമ്മളൊരു ലൈവ് ഫാമിലി കൗൺസിലിംഗ് സെഷൻ നമ്മൾ നടത്തുന്നുണ്ട്. തീർച്ചയായും നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടെ ലൈവായിട്ട് തന്നെ ഞങ്ങൾ മറുപടി പറയാറുണ്ട്. കുടുംബ ജീവിതത്തിലെ വെളിച്ചമാണ്, സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിന് ഇസ്ലാം നൽകിയ മാർഗനിർദ്ദേശങ്ങളെ ശരിയായി പാലിച്ചും അറിഞ്ഞും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമുക്ക് അല്ലാഹു വാചകങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്ൻ. അതൊരു ജീവിത ലക്ഷ്യമാണ്. ഒരു മുഅ്മിനിൻ്റെ ജീവിത ലക്ഷ്യം സ്വർഗം വേണമെന്ന പോലെ, നരകമോചനം വേണമെന്ന പോലെ ഒരു ലക്ഷ്യമാണ്. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ. സന്തോഷം, മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം, അതേപോലെ തന്നെ ഇണകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം. ഒരു 50 വയസ്സ്, ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞ ആൺകുട്ടികളെയും കുറിച്ചാണ് ആലോചിക്കുക. അപ്പോൾ ആലോചിക്കുമ്പോഴൊക്കെ തകർന്ന് തരിപ്പണമായി പരസ്പരം പോരടിച്ച് കരഞ്ഞ് കണ്ണീരോടെ ജീവിക്കുന്ന പെൺമക്കളെയും അതേപോലെ തന്നെ ഭാര്യമാരുമായി പൊരുത്തപ്പെട്ടു പോകാത്ത നമ്മുടെ ആൺമക്കളെയും കണ്ടാൽ എന്ത് സന്തോഷമാണ് സുഹൃത്തുക്കളെ നമുക്ക് ആ പ്രായത്തിലുള്ളത്. ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളെ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ മക്കളുടെ വിവാഹ ദാമ്പത്യങ്ങൾ വിജയിക്കണം. അതുകൊണ്ട് വളരെ ചിന്തിച്ചും ആലോചിച്ചും നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകി നല്ലൊരു മാതൃക നമ്മുടെ മക്കൾക്ക് കുടുംബജീവിതത്തിൽ ഇത് കാണിച്ചു കൊടുക്കാൻ ഈ ഫാമിലി കോൺഫറൻസോടുകൂടെ അതിലെ തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചു